1966 മാർച്ച് മാസം ഫുട്ബോളിൻ്റെ ജന്മനാടായ ഇംഗ്ലണ്ട് തങ്ങളുടെ ആദ്യ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുങ്ങുകയാണ്. ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ ആവേശത്തിൻ്റെ കൊടുമുടിയിലായിരുന്നു. എന്നാൽ ടൂർണമെൻറ്റ് തുടങ്ങാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തു വന്നു. ഫുട്ബോൾ ലോകത്തിൻ്റെ കിരീടമായ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ജൂൾസ് റിമേ ട്രോഫി ലണ്ടൻ്റെ ഹൃദയഭാഗത്തു നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. അതെ, ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ ഹാളിൽ കനത്ത സുരക്ഷയിൽ സ്വർണത്തിൽ തീർത്ത ഈ ലോകകപ്പ് ട്രോഫി പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 24 മണിക്കൂറും കാവലുണ്ടായിരുന്ന ആ കെട്ടിടത്തിൽ നിന്ന് ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് സെക്യൂരിറ്റിക്കാരുടെ കണ്ണ് വെട്ടിച്ച് ആരോ ആ പെട്ടി തുറന്നു. ട്രോഫിയുമായി അപ്രത്യക്ഷനായിരിക്കുന്നു. ഇംഗ്ലണ്ട് പോലീസിൻ്റെ അഭിമാനമായ സ്കോട്ട്ലൻഡ് യാർഡ് രംഗത്തിറങ്ങി. രാജ്യം മുഴുവൻ അരിച്ചുപെറുക്കിയിട്ടും കള്ളൻ്റെ ഒരു സൂചന പോലും കിട്ടിയില്ല. ഇംഗ്ലണ്ട് ലോകത്തിനു മുന്നിൽ നാണിച്ച് തലതാഴ്ത്തേണ്ടി വരുന്ന അവസ്ഥയായി. ഇതിനിടയിൽ പോലീസിന് ഒരു ഭീഷണിക്കത്ത് ലഭിക്കുന്നു. ട്രോഫി തിരികെ വേണമെങ്കിൽ വൻ തുക മോചനദ്രവ്യം നൽകണം. ഇതായിരുന്നു ആ കത്തിലെ ആവശ്യം. പോലീസ് കെണിയൊരുക്കി ഒരാളെ പിടികൂടി. പക്ഷേ അയാൾ വെറുമൊരു ഇടനിലക്കാരൻ മാത്രമായിരുന്നുവെന്നും യഥാർത്ഥ കള്ളന്മാർ ആരാണ് എന്നും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ട്രോഫി എവിടെയാണെന്ന് ആർക്കും ഒരു വിവരവുമില്ല. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിലേക്ക് ഇംഗ്ലണ്ട് നീങ്ങുമ്പോൾ കഥയിലേക്ക് ഒരു അപ്രതീക്ഷിത നായകൻ കടന്നു വന്നു. പക്ഷേ അതൊരു മനുഷ്യനായിരുന്നില്ല. മോഷണം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം തെക്കൻ ഇംഗ്ലണ്ടിലെ ഒരു തെരുവിൽ പിക്ലസ് എന്നു പേരുള്ള ഒരു ചെറിയ നായ തൻ്റെ യജമാനനോടൊപ്പം നടക്കാനിറങ്ങി. പെട്ടെന്ന് ഒരു കാറിൻ്റെ ചുവട്ടിൽ പത്രക്കടലാസിൽ പൊതിഞ്ഞ നിലയിൽ എന്തോ ഒന്നിരിക്കുന്നത് ആ നായയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നായ അവിടെ ഇരുന്ന് ഉറക്കെ കുരയ്ക്കുവാനും മണ്ണു മാന്തുവാനും തുടങ്ങി. യജമാനൻ വന്ന് ആ പൊതി തുറന്നു നോക്കിയപ്പോൾ അമ്പരന്നു പോയി. അത് മറ്റൊന്നുമായിരുന്നില്ല. ദിവസങ്ങളായി ലോകം മുഴുവൻ തിരയുന്ന സാക്ഷാൽ ജൂൾസ് റിമേ ട്രോഫിയായിരുന്നു അത്. വളരെ തന്ത്രപൂർവ്വം ആരോ അത് അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്നു. ലണ്ടൻ പോലീസിന് കിട്ടാത്ത വൻ നിഗൂഢതയാണ് പിക്ലസ് എന്ന ആ കൊച്ചുനായ തൻ്റെ മണത്ത് പിടിക്കൽ ശക്തി കൊണ്ട് വെളിച്ചത്ത് കൊണ്ടുവന്നത്. അതോടെ പിക്ലസ് ഒരു അന്താരാഷ്ട്ര ഹീറോയായി മാറി. ഇംഗ്ലണ്ട് ഗവൺമെൻറ് ആ നായയ്ക്ക് മെഡലും 1 വർഷത്തെ സൗജന്യ ഭക്ഷണവും സമ്മാനമായി നൽകി. ആ വർഷം ഇംഗ്ലണ്ട് ലോകകപ്പ് വിജയിച്ചപ്പോൾ നടന്ന വിരുന്നിൽ പിക്ലസിനായിരുന്നു VIP പരിഗണന. പക്ഷേ ഇന്നും ആ മിസ്റ്ററി പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല.